ഇന്ന് ഫെബ്രുവരി 20 ഇന്നും നാളെയുമായിട്ട് തിയേറ്ററിലും OTT-ലുമായിട്ട് റിലീസ് ചെയ്യുന്ന 10ഓളം സിനിമകളുടെ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇന്ന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കാം. പ്രധാനമായിട്ടും ഒരു ചിത്രമാണ് ഇന്ന് നമ്മുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന ഓഫീസർ എന്ന് പറയുന്ന മലയാളം ക്രൈം ത്രില്ലർ ചിത്രമാണിത്. ചിത്രത്തിനുള്ളിൽ കുഞ്ചാക്കോ ബോബൻ, പ്രിയാമണി തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ അവൈലബിൾ ആണ്. അടുത്തത് നാളെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ പോകുന്ന 2 ചിത്രങ്ങളുടെ അപ്ഡേറ്റ് ആണ്. അതിൽ ആദ്യത്തെ ചിത്രം എന്നുള്ളത് വിനയ് ഗോവിന്ദ് ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന മലയാളം ഫാമിലി ഡ്രാമ ചിത്രമാണ്. ചിത്രത്തിനുള്ളിൽ ഉണ്ണി മുകുന്ദൻ, നിഖില വിമൽ, ചെമ്മൻ വിനോദ് തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സിനിമ നാളെ മുതൽ നമ്മുടെ തിയേറ്ററുകളിൽ അവൈലബിൾ ആയി തുടങ്ങും. അടുത്തതായി രാജ്ബാബു സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന ചാട്ടുളി എന്ന് പറയുന്ന മലയാളം ക്രൈം ഡ്രാമ ചിത്രമാണ്. ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ജാഫർ ഇടുക്കി, ഷൈൻ ടോൺ ചാക്കോ, കലാഫോൺ ഷാജോൺ തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമയും നാളെ മുതൽ നമ്മുടെ തിയേറ്ററുകളിൽ അവൈലബിൾ ആയി തുടങ്ങും. അപ്പോൾ ഇത്രയും സിനിമകളാണ് തിയേറ്ററുകളിൽ മെയിനായിട്ട് ഇന്നും നാളെയുമായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഇനി നമുക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ OTT-ൽ അവൈലബിൾ ആയി തുടങ്ങുന്ന സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യത്തെ ചിത്രം ഒരു മലയാളം ഡ്രാമ ചിത്രമാണ്. രാകേഷ് നാരായണന്റെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന തണുപ്പ് എന്ന് പറയുന്ന സിനിമയാണത്. ചിത്രത്തിനുള്ളിൽ നിതീഷ് നമ്പ്യാർ, കൂട്ടികൾ ജയചന്ദ്രൻ, ജിബിയ TC തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സിനിമ ഇന്ന് അർദ്ധരാത്രി മുതൽ മനോരമ മാക്സ് വഴി അവൈലബിൾ ആയി തുടങ്ങും. അടുത്ത ചിത്രം ബാലയുടെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന തമിഴ് ആക്ഷൻ ഡ്രാമ സിനിമ വണങ്ങാൻ എന്ന് പറയുന്ന ചിത്രമാണ്. ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കേന്ദ്ര കഥാപാത്രത്തെ അരുൺ വിജയാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ചിത്രം എന്തായാലും 21-ാം തീയതി, അതായത് ഇന്ന് രാത്രി അർദ്ധരാത്രി മുതൽ ടെന്റ് കോട്ട വഴി ഈ ഒരു ചിത്രം അവൈലബിൾ ആയി തുടങ്ങും. കൗശൽജി സ്പീസസ് കൗശൻ എന്ന് പറയുന്ന ഒരു ഹിന്ദി കോമഡി ഡ്രാമ മൂവിയും ഇന്ന് അർദ്ധരാത്രി മുതൽ അവൈലബിൾ ആയി തുടങ്ങും. ഈ ഒരു ചിത്രം ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തതായി ഒരു തമിഴ് വെബ് സീരീസ് ആണ്. റൊമാൻറ്റിക് കോമഡി ജോണറിൽ വരുന്ന ഓഫീസ് എന്ന് പറയുന്ന ചിത്രമാണത്. ഈ ഒരു സിനിമയും ഇന്ന് അർദ്ധരാത്രി മുതൽ ജിയോ ഹോട്ട്സ്റ്റാർ വഴി അവൈലബിൾ ആയി തുടങ്ങും. അടുത്തതും ഒരു തമിഴ് ചിത്രം തന്നെയാണ്. ദിനകരൻ ശിവലിംഗം ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കോമഡി ഡ്രാമ ചിത്രം ബോട്ടിൽ രാധ എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമയ്ക്കുള്ളിൽ ഗുരു സോമസുന്ദരൻ, അതുപോലെ തന്നെ സഞ്ജന നടരാജൻ തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സിനിമ ഫെബ്രുവരി 21, അതായത് ഇന്ന് അർദ്ധരാത്രി മുതൽ ആഹാ തമിഴ് വഴി അവൈലബിൾ ആയി തുടങ്ങും. അടുത്തതായി ഒരു ഹിന്ദി ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആണ്. അഭിഷേക് സിൻഹ, അതുപോലെ തന്നെ അർച്ചന പാണ്ഡെ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ക്രൈം ബീറ്റ് എന്ന് പറയുന്ന ഹിന്ദി സീരീസ് ആണ്. ഈ ഒരു സിനിമയും 21-ാം തീയതി, അതായത് ഇന്ന് അർദ്ധരാത്രി മുതൽ C5 വഴി അവൈലബിൾ ആയി തുടങ്ങും. അടുത്തായി പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരുന്നിട്ടുണ്ടായിരുന്ന തെലുങ്ക് ചിത്രമായിട്ടുള്ള ഡാക്കു മഹാരാജ എന്ന് പറയുന്ന സിനിമയുടേതാണ്. ബോബി കൊല്ലി ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സിനിമയ്ക്കുള്ളിൽ നന്ദപൂരി ബാലകൃഷ്ണ, അതുപോലെ തന്നെ ബോബി ഡിയോൾ തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ചിത്രം എന്തായാലും ഇന്ന് അർദ്ധരാത്രി മുതൽ നെറ്റ്ഫ്ലിക്സ് വഴി അവൈലബിൾ ആയി തുടങ്ങും. റിലീസ് ആകുമ്പോഴത്തേക്കും എല്ലാ ഭാഷകളിലും, അതായത് പാൻ ഇന്ത്യൻ ലാംഗ്വേജസിൽ പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ആ ഒരു 10 ചിത്രങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഇതിലെ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ.